Good morning. Good morning, ma'am. Ma'am, good morning, ma'am. Good morning, ma'am. Morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രയർ ആരാണ്? ഞാനാണ്. ആ, ഓക്കെ. മിസ്രിയ അല്ലെ? മിസ്രിയ മുഹമ്മദ് അല്ലെ? മോളെ പേരാ മിസ്രിയ. എന്ന പേര്. ഓക്കെ. God or Father, we thank you for this new day. We thank you for giving us good parents, brothers and sisters. We thank you for our teachers who are very much interested in us today. We ask you to give us wisdom so that we may learn what is being taught in our classes. Lord, help us to grow in love, truth, and in honesty. We make this prayer for your love's sake. Amen. Okay. Then sign in. Good morning to everyone. Very happy to see you. I'd like to say a warm welcome to our respected ma'am. Good morning, ma'am. And today, I would like to share a beautiful statement. Education plays a role on our educate us from the on earth and help grow ourselves from within and nourishes our character and our ability towards life. So I learn something as starts of class at 1 morning. Thank you. ഓക്കെ. പറയുമ്പോ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. ഓക്കെ. ഓക്കെ. ചെറിയ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട് ഇവിടെ. ഉണ്ടല്ലേ? Individually, we are a droplet. Together, we are an ocean. This thought tells us that if we stand alone, we can be defeated easily. Whereas, if we stand together, it will be hard for others to defeat us. And we are strong together. Thank you. ഓക്കെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? എന്താ? സേഫ്റ്റി ഫുള്ള് പറഞ്ഞായിരുന്നോ? ഫുള്ള് പറഞ്ഞിരുന്നല്ലേ? കഴിഞ്ഞു മാം. സേഫ്റ്റി കഴിഞ്ഞു. സേഫ്റ്റി അടുത്തത് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് കേട്ടോ. അത് നിങ്ങളൊന്ന് ആദ്യം മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരാള് ലാസ്റ്റ് 15 മിനിറ്റ് സമ്മപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കണം കേട്ടോ. ഞാൻ പേര് വിളിക്കണ്ടല്ലോ, നിങ്ങൾ തന്നെ ചെയ്യൂലേ? ചെയ്യോ ഇല്ലയോ? ചെയ്യും. ഓക്കെ, മാറി മാറി ചെയ്യാട്ടോ. എല്ലാ ക്ലാസ്സിലും മാറി മാറി ചെയ്യാം. 15 മിനിറ്റ്സ്. ഓക്കെ, അപ്പോ ആ ഒരു രീതിയിൽ തന്നെ ക്ലാസ് കേട്ടിരിക്കുക കേട്ടോ. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം.
റേച്ചൽ റിച്ചു വായിച്ചു കഴിഞ്ഞോ? റേച്ചൽ ആ വായിച്ചു കഴിഞ്ഞു മാം. എന്താണ് വായിച്ചിട്ട് മനസ്സിലായത്? എന്താ? ജസ്റ്റ് 0 to 3 years ഗ്രൂപ്പിലുള്ളതും പിന്നെ 3 years to 6 years ന്യൂട്രീഷൻ അത്യാവശ്യമാണ്. പിന്നെ മിസ് പെട്ടെന്ന് അങ്ങ് വായിച്ചു പോയതാ. ഓക്കെ, ആരാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്? ഞാൻ പറയാം. ശ്രുതി. ശ്രുതി പറഞ്ഞു. ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ്, ഭക്ഷണവും പോഷക ആവശ്യങ്ങളും. 3 വയസ്സ് പ്രായമുള്ളവരെ പോലെ തന്നെ 3 തുടങ്ങി 6 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കും അവരുടേതായ പോഷക ആവശ്യങ്ങളുണ്ട്. നല്ല പോഷക ആഹാരം ലഭിക്കുന്ന ഒരു കുട്ടിക്ക് ഉയരത്തിനും പ്രായത്തിനും അനുസരിച്ച് സാധാരണ ഭാരം ഉണ്ടായിരിക്കും. അവൻ ഉണർന്നിരിക്കും, പിന്നെ സജീവമായിരിക്കും, പിന്നെ അവൻ രാത്രിയിൽ നന്നായി ഉറങ്ങും, പിന്നെ നല്ല ശ്രദ്ധ ഉണ്ടാവും, നല്ല വിശപ്പും സാധാരണ മലവിചലനവും ഉണ്ടാകും. അവളുടെ കണ്ണുകൾ വ്യക്തവും തിളക്കമുള്ളതുമാണ്. മുടി സാധാരണവും മുടി പിന്നെ പല്ലുകൾ വെളുത്തും പിന്നെ വൃത്തിയുള്ളതുമാണ്. ചർമ്മം നല്ല ഗ്ലോ ആയിട്ടും പിന്നെ ചെറുതായിട്ട് ഈർപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. മോണകൾ ഉറച്ചതും പിങ്ക് കളറിലും ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് ശരീരത്തിലെ ഓരോ കോശവും പോഷകങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ പോഷക ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ്. പിന്നെ പോഷകങ്ങളുടെ അമിതമോ നേരിയ വൈകല്യങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല ഒരു വ്യക്തിയെ ശാരീരികമായി വൈകല്യപ്പെടുത്തുകയോ കൊല്ലുകയോ ചെയ്യാം. താങ്ക് യു മാം. താങ്ക് യു. മാം, എനിക്ക് മലയാളം ഇച്ചിരി പ്രശ്നമാണ്, അതുകൊണ്ടാണ്. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ വായിച്ചിട്ട്? പാരഗ്രാഫ് ഈസി അല്ലേ? ഈസി ആണല്ലേ? ഓക്കെ. അപ്പോ 0 to 3 years പ്രായമുള്ളവരെ പോലെ തന്നെ 3 to 6 years പ്രായമുള്ളവർക്കും അവരുടേതായിട്ടുള്ള പോഷകാഹാരം അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് അവർക്ക് ആവശ്യമാണ്. ഒരു വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ പ്രായത്തിനും, അതായത് നമ്മൾക്ക് ഒരു കുട്ടിയെ കാണുമ്പോൾ അറിയാനായിട്ട് സാധിക്കും ആ കുട്ടി നല്ല വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുട്ടിയാണോ എന്ന്. എങ്ങനെയൊക്കെ അറിയാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ആ കുട്ടിയുടെ പ്രായത്തിനും അതുപോലെ തന്നെ ഉയരത്തിനും അനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് ആ കുട്ടിക്ക് ഉണ്ടാവുക. വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുട്ടിയാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡാണോ ആ കുട്ടി കഴിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സിംറ്റം എന്താണ്? അതായത് ആ കുട്ടിയുടെ പ്രായത്തിനും ആ കുട്ടിയുടെ ഏജ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഉയരത്തിനും അനുസരിച്ചിട്ടുള്ള ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് ഉണ്ടാവുക. കുട്ടി എപ്പോഴും ആക്റ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ. ചില കുട്ടികളുണ്ട്, നമുക്കറിയാം ഏത് സമയം ഉറങ്ങിപ്പോകുന്ന കുട്ടികളുണ്ട് അല്ലെ? ഈ കളികളിലൊന്നും ഏർപ്പെടാതെ വെറുതെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികളെയൊക്കെ നമുക്ക് കാണുമ്പോൾ അവർ ആക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഏത് സമയവും കളിച്ചുല്ലസിച്ച് നടക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാല് ആക്റ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക, എപ്പോഴും സന്തോഷത്തിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ക്യൂരിയസ് ആയിരിക്കും, ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ രാത്രിയിൽ നന്നായി കിടന്നുറങ്ങും. നിങ്ങളുടെ മക്കളൊക്കെ രാത്രിയിൽ നന്നായി കിടന്നുറങ്ങാറുണ്ടോ? ഉണ്ട്. എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട്. ആർക്കും ഉറക്കമൊന്നും അസുഖം ഇല്ലാത്തപ്പോ കുഴപ്പമില്ല, അസുഖം ഉള്ളപ്പോഴേ.
ആപ്പിൾ ഉള്ളപ്പോ ഓക്കെ. അത് അസുഖം വരുമ്പോ നമുക്ക് സാധാരണ നോർമലായിട്ട് ഉറക്കം നഷ്ടപ്പെടുമല്ലോ. അപ്പൊ അല്ലെങ്കിൽ രാത്രിയില് സ്ഥിരമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കുട്ടി എണീറ്റിരിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ രാത്രിയിൽ നന്നായിട്ട് കിടന്നുറങ്ങും. പിന്നെ നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവും. നമുക്ക് അറിയാലോ, ടീച്ചർമാർക്ക് അറിയാൻ പറ്റും കൂടുതല് കുട്ടിക്ക് കോൺസെൻട്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ടീച്ചേഴ്സിനാണ് കൂടുതൽ അറിയാൻ പറ്റുക. കാരണം അവരുടെ അടുത്താണ് കുട്ടികൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ സ്റ്റഡി ടൈമിൽ അവർ എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര നേരമാണ് അവരുടെ കോൺസെൻട്രേഷൻ നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ വിശപ്പ് ഉണ്ടാവും. സാധാരണ ഉള്ള നോർമൽ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് കണ്ടന്റ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വിശപ്പ് ഉണ്ടാവും. അവര് ഭക്ഷണം ചോദിക്കും വരും, എനിക്ക് വിശപ്പ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ആ ഫുഡ് കൊടുക്കുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേന് അവർക്ക് വിശപ്പ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ബവൽ മൂവ്മെന്റ്സ് ഉണ്ടാകും, അല്ലെ, മലമൂത്ര വിസർജനം ശരിയായ രീതിയിൽ യൂറിൻ പാസ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റൂൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്താ പറയാ അതിന്റെ പ്രൊസീജിയർ ഒക്കെ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ തന്നെ കുട്ടിയുടെ ഹെൽത്ത് ഒരുവിധം ഓക്കെയാവും. അപ്പൊ ശരിയായിട്ടുള്ള ബവൽ മൂവ്മെന്റ്സ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ കണ്ണെന്ന് പറയുന്നത് നല്ല തിളക്കമുള്ള കണ്ണായിരിക്കുള്ളൂ. അതുപോലെ തന്നെ നല്ല വ്യക്തമായിട്ട് എന്താ പറയാ നല്ല വ്യക്തതയോട് കൂടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയോട് കൂടി, അല്ലെങ്കിൽ എന്താ പറയാ നല്ലൊരു തിളക്കത്തോട് കൂടിയിട്ടുള്ള കണ്ണായിരിക്കും ഉണ്ടാവുക. കുഞ്ഞുങ്ങളുടെ കണ്ണ് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? നമ്മുടെ കണ്ണ് പോലെയാണോ അവരുടെ കണ്ണിരിക്കുന്നത്? ആണോ? നല്ല വെളുപ്പമായിരിക്കും. നല്ല തിളക്കമായിരിക്കും അല്ലെ? പിന്നെ നല്ല വ്യക്തത ഉണ്ടാവും കണ്ണിന്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മുടിയോ നമ്മുടെ മുടി പോലെയാണോ അവരുടെ മുടി ഇരിക്കുന്നത്? നല്ല തിളക്കമുണ്ട്. മുടി നല്ല ഷൈനിങ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ മുടി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വലിയവരുടെ മുടി കുറച്ച് പാറിപ്പറന്നൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളുടെ എന്ന് പറഞ്ഞാൽ നല്ല ഷൈനിങ്ങോട് കൂടിയായിരിക്കും. കാരണം ആ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് അവരുടെ ഉള്ളിൽ എത്തുന്നു ഉള്ളതിന്റെ സിംറ്റംസ് ആണ് അതൊക്കെ കേട്ടോ. അപ്പൊ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള മുടികളായിരിക്കും, ഹെയർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ടീത്ത് നല്ല വെളുത്തതായിരിക്കും. ടീത്ത് എന്ന് പറയുന്നത് നല്ല വെളുത്തതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ളതായിരിക്കും. ഓക്കെ. അപ്പൊ നല്ല ഒരു എന്താ പറയാ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ടീത്ത് ഉണ്ടാവുക. പിന്നെ അവരുടെ സ്കിൻ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിരിക്കും, അല്ലെ? കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തൊട്ടാൽ നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? എങ്ങനെയാണ് നമ്മുടെ ദേഹത്ത് ടച്ച് ചെയ്യുന്നത് പോലെയാണോ? നമ്മുടെ ബോഡി പോലെയാണോ? നോ മാം. അല്ല, നമ്മുടെ സ്കിൻ പോലെയല്ല അല്ലെ? നമ്മുടെ സ്കിന്നിൽ തൊട്ടാല് ഹാർഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെ? പക്ഷെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ തൊട്ട് കഴിഞ്ഞാല് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ചെറുതായിട്ട് നനവുണ്ടാവും. എപ്പോഴും ഒരു കൂളിംഗ് ഉണ്ടാവും അവരുടെ സ്കിന്നിൽ തൊടുമ്പോൾ. തണുത്തിരിക്കുന്നത് കാണാൻ പറ്റും, അല്ലെ? ചെറിയൊരു ഈർപ്പം ഉണ്ടാവും, നനവുണ്ടാവും എപ്പോഴും. അതും കുഞ്ഞുങ്ങളുടെ ഒരു സ്കിന്നിന്റെ പ്രത്യേകതയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ചില വലിയ ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ബേബി സ്കിൻ വരാൻ വേണ്ടിയിട്ട് ബേബി സോപ്പ് ഉപയോഗിക്കാറുണ്ട്. ഹെയർ അതുപോലെ ആവാൻ വേണ്ടിയിട്ട് ബേബി ഷാംപൂസ്, ഓയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ മുതിർന്ന വ്യക്തികൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതുകൊണ്ടല്ല, ശരിക്കും അവരുടെ ആ ഒരു പ്രായത്തില് അവർക്ക് ഇങ്ങനെയുള്ള ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മള് കുറേയധികം എന്താ പറയാ ക്രീം വാരി തേച്ചിട്ടോ അല്ലെങ്കിൽ കുറേയധികം ഓയിൽ, ഷാമ്പു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടോ ചിലപ്പോ നമ്മുടെ സ്കിന്നോ അല്ലെങ്കിൽ ഹെയറോ നന്നാവണം എന്നില്ല, അല്ലെ? നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഇതിലാണ് നമ്മുടെ സ്കിന്നിലെ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, അല്ലെ? നമ്മൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ മുഖത്ത് കാണുക, നമ്മുടെ ഫേസിൽ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ബോഡിയിൽ, അതുപോലെ നമ്മുടെ ഹെയറിലൊക്കെ ആ ഒരു ഇത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അത് നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത് നമ്മുടെ ഫുഡ് ഐറ്റംസ് ആണ്. ഫുഡ് ഐറ്റംസിൽ ചേഞ്ച് വരുത്തിയാൽ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോയിങ് ആവും. കൂടുതൽ ഇപ്പോ ബേക്കറി ഐറ്റംസ് കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു മാറ്റം നമ്മുടെ സ്കിന്നില് ഉണ്ടാവും. ഓക്കെ. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു സ്കിൻ സോഫ്റ്റ് ആയിട്ടിരിക്കുക, കൂടാതെ ചെറുതായിട്ട് നനവുണ്ടായിരിക്കുക, അതൊക്കെ കുട്ടികളിലെ കാണുന്ന പ്രത്യേകതകളാണ് കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് മോണകള് ഉറച്ചതായിരിക്കും. മോണ എന്ന് പറഞ്ഞാൽ അറിയാലോ, പലരും മുകളിൽ കാണുന്ന സംഭവം ഇല്ലേ, അതാണ് മോണ എന്ന് പറയുന്നത്. പിന്നെ അതിന് പിങ്ക് കളർ ആയിരിക്കും ഉണ്ടാവുക കുഞ്ഞുങ്ങളുടെ കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ എന്ത് കളറാണ് ഇപ്പൊ ഉള്ളത്? ഒന്ന് കണ്ണാടി നോക്കിയിട്ട് പറഞ്ഞു എന്ത് കളറാണ്? പിങ്ക് കളറാണോ?
ലൈറ്റ് പിങ്ക് മാം. ലൈറ്റ് പിങ്ക് ഓക്കെ ആണ്. ലൈറ്റ് ചിലർക്ക് ബ്ലാക്ക് ഒക്കെ വരാം, അതൊക്കെ കുറച്ച് ഡാമേജ് ആണ്. ന്യൂട്രീഷ്യസ് ഡെഫിഷ്യൻസി ആണ് കാണിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് കളറൊക്കെ വരുന്നത്. പിങ്ക് കളറാണ് നമ്മുടെ മോണ ശരിക്കും പറഞ്ഞാല് വരേണ്ടത്. ചിലവരുടെ ആണെങ്കിൽ വെളുത്തിരിക്കും ഭയങ്കരമായിട്ട് വൈറ്റ് ആയിരിക്കും. അതൊട്ടും ബ്ലഡ് ഇല്ല എന്നുള്ളതിൻ്റെതാണ് വെളുത്തിരിക്കുന്നത്. ചിലർക്ക് ബ്ലാക്ക് ആയിരിക്കുള്ളൂ. അതും എന്തെങ്കിലും വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ചെറുപ്രായത്തിലെ തന്നെ എന്താണ് ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് എത്തുന്നത് കൊണ്ട് തന്നെ സെൽസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കോശങ്ങൾ ഉണ്ടല്ലോ, അത് നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യകരമായിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ ഒരു ന്യൂട്രീഷ്യസ് കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ പോഷകങ്ങളുടെ കുറവ് മൂലമോ അല്ലെങ്കിൽ എന്താ പറയാ അതിലെന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാല് അത് കുട്ടികളെ ശാരീരികമായിട്ട് കുറേയധികം അസ്വസ്ഥതകൾ കുട്ടികൾക്ക് ഉണ്ടാക്കിയേക്കാം. കുറെ രോഗങ്ങൾ കുട്ടികൾക്ക് വന്നേക്കാം. അതുപോലെ തന്നെ ചിലപ്പോ കുട്ടിയുടെ ശരീരം മോശമാകാനായിട്ട് ഇടവരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ കുട്ടികളായാലും നിങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലത്തെ കുട്ടികളായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തിരിക്കണം കേട്ടോ. കുട്ടിയുടെ ഫിസിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തന്നെ ആയാലും കറക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ. ഇപ്പൊ ബവൽ മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, ആ ഒരു മൂവ്മെന്റ്സ് ഒക്കെ ശരിക്കും ഓക്കെ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണ്. ഇനി ആർക്കെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡെഫിഷ്യൻസി ഇതിനകത്ത് വന്നിട്ടുണ്ടോ? ശരിയായിട്ട് ബബൽ മൂവ്മെന്റ്സ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ കണ്ണിന് ഷൈനിങ് അല്ലാതിരിക്കുക, സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പ്രോബ്ലംസ്? പല്ലിന് കേട് വന്നിട്ടുണ്ട്. പല്ലിന് കേട് വന്നിട്ടുണ്ട് അല്ലെ? എന്താണ് അത്? എത്ര വയസ്സായി കുഞ്ഞിന്? ഇപ്പൊ 8 വയസ്സായി. 8 വയസ്സായി അല്ലേ? ആ. ഡോക്ടർ കാണിച്ചിട്ട് എന്ത് പറഞ്ഞു? അത് കാൽസ്യക്കുറവിന്റെ ഉണ്ടെന്ന് പറഞ്ഞു. കാൽസ്യക്കുറവിനുണ്ടെന്ന് പറഞ്ഞല്ലേ? എന്നാ പാലൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാലുകൂടിയൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. പിന്നെ എന്താണോ അങ്ങനെ. പിന്നെ എന്തോ ഈ അയൺ മരുന്ന് എന്തോ കഴിച്ചിട്ടുണ്ടെങ്കിൽ പല്ലിന് അങ്ങനെ കറുത്തിട്ട ഒരു പൊടിഞ്ഞു പോവില്ല എന്തോ. ആ അങ്ങനെ അത് കഴിച്ചപ്പം കണ്ടു വന്നതാന്ന് തോന്നുന്നു. മെയിനായിട്ട് അതായിരുന്നു. പല്ലിയിൽ പറ്റാതെ കഴിക്കേണ്ട എന്തോ ഒരു മരുന്നില്ലായിരുന്നോ? അത് ഓക്കെ. അയണിന്റെ ഒരു ടോണിക് ഉണ്ട്, കുഞ്ഞു അതെ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. അയൺ ഉണ്ട്. അത് പല്ല് പറ്റിയാല് പൊടിഞ്ഞു പോകും. അതാ ഞാൻ എന്റെ എന്തോ ഇതായിരുന്നു. ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വഴി നമുക്ക് നോക്കാം ഡയറ്ററി റിക്വയർമെന്റ്സ് കേട്ടോ. ഡയറ്ററി റിക്വയർമെന്റ്സ് വായിക്കൂ കേട്ടോ. എടുത്ത് അത് ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യുക, എന്നിട്ട് തമ്പില്ല.
സീന വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞു മിസ്സേ. എന്താ മനസ്സിലായത് സീനെ? ഭക്ഷണ ആവശ്യകതകളെ കുറിച്ചാണ്. ഉം. കുട്ടികളുടെ പോഷക ആവശ്യകത അവരുടെ ശരീര വലുപ്പത്തെ ആശ്രയിച്ച് ഇരിക്കുന്നു. ഇത് മുതിർന്നവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ശരീരത്തിന് ആവശ്യമായ അനുപാതത്തില് എല്ലാ പോഷകങ്ങളും ആവശ്യമാണ്. ഈ പ്രായത്തിൽ കൂടുതൽ പ്രധാനമായ പോഷകങ്ങൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, വൈറ്റമിനായ എ, ബി, സി, ഡി, കാൽസ്യം, ഫോസ്ഫറസ്, അയഡിൻ, ഇരുമ്പ് എന്നിവ ആവശ്യമാണ്. 3 തൊട്ട് 6 വയസ്സ് വരെ പ്രായമുള്ളവരുടെ ഊർജത്തിന്റെയും പ്രോട്ടീന്റെയും ആവശ്യകതകൾ ഇപ്രകാരമാണ്. ഊർജം 1690 കാലറി പെർ ഡേ, പ്രോട്ടീന് 30 ഗ്രാം പെർ ഡേ. കുട്ടികളുടെ ഭക്ഷണത്തില് ആവശ്യത്തിന് ധാന്യങ്ങള്, പയർവർഗ്ഗങ്ങള്, വിവിധതരം പച്ചക്കറികൾ എന്നിവ അടങ്ങിയിരിക്കണം. ചീര, ബീൻസ് തുടങ്ങിയ പച്ച ഇലക്കറികളോ, ക്യാരറ്റ്, മത്തങ്ങ തുടങ്ങിയ മഞ്ഞ, ഓറഞ്ച് നിറത്തിലുള്ള പച്ചക്കറികളിൽ ഉൾപ്പെടുത്താം. മുസമ്പി, ഓറഞ്ച്, ഗൂസ്ബെറി, നെല്ലിക്ക തുടങ്ങിയ സിട്രസ് പഴങ്ങളും, പപ്പായ, പേരയ്ക്ക, മാങ്ങ തുടങ്ങിയ മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളും ഉൾപ്പെടുത്തണം. പാലും നല്ല അളവിൽ നൽകണം. എന്നാൽ അമിത പ്രാധാന്യം ഒഴിവാക്കണം. ഒരു കുട്ടി പാൽ കുടിക്കുന്നില്ലെങ്കിൽ തൈര്, പനീര്, കസ്റ്റാർഡ്, ഗീറ്, പുഡിങ് തുടങ്ങിയ ഇതര പാൽ കൊടുക്കാം. മാംസാഹാരികളാണെങ്കിൽ മുട്ട, മാംസം, മത്സ്യം എന്നിവ ഉൾപ്പെടുത്തണം. 5 അല്ലെങ്കിൽ 6 വിഭജിക്കുന്ന സമീകൃതാഹാരം. ഇടയ്ക്കിടെ ചെറിയ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുക. വൈവിധ്യമാർന്ന ക്രമീകരണങ്ങൾ ഉപയോഗിക്കുന്നത് പ്രീ സ്കൂൾ കുട്ടികളിലെ പോഷകാവശ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാനും രുചി വികസിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. പച്ചക്കറികൾ നിറച്ച പരോട്ടകൾ, മിക്സഡ് വെജിറ്റബിൾ റൈസ്, ഫ്രൂട്ട് ക്രീം, സ്റ്റ്യൂഡ് ഫ്രൂട്ട്സ്, ക്യാരറ്റ് ഹൽവ പോലുള്ള പച്ചക്കറികൾ അടങ്ങിയ മധുര പലഹാരങ്ങൾ, പഴം, പച്ചക്കറി മിശ്രിതം, ലസ്സി, മിൽക്ക് ഷേക്കുകൾ തുടങ്ങിയ ഉപയോഗപ്രദമായ ഭക്ഷണ സാധനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് അധ്യാപകർക്ക് മാതാപിതാക്കളെ സഹായിക്കാനാകും. മുളപ്പിച്ച മുഴുവൻ പയറ് വർഗ്ഗങ്ങളുടെ പോലുള്ള പ്രക്രിയകൾ ഭക്ഷണത്തിന്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. രോഗാവസ്ഥയിൽ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണം രോഗത്തെ ആശ്രയിച്ചിരിക്കും. എന്നാൽ എളുപ്പത്തിൽ ദഹിക്കുന്നതും ഉയർന്ന പോഷകഗുണമുള്ള ചെറിയ സാധാരണ ഭക്ഷണങ്ങൾ അനാരോഗ്യകരമായതിനാൽ നൽകാൻ ശ്രമിക്കണം. അസുഖ സമയത്ത് ഒരു കുട്ടിയെ ഒരിക്കലും പട്ടിണിക്ക് ഇടരുത്. വൈദ്യശാസ്ത്രപരവും ഭക്ഷണക്രമപരവുമായ ഉപദേശങ്ങൾ കർശനമായി പാലിക്കണം. അവരുടെ അതർ ഫുഡ് അതില്ലല്ലോ. അത്രയുള്ളൂ മിസ്സേ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ എന്താണെന്ന് പറയുന്നത്. The nutritional necessity of children depends upon their body size, which is much higher than those for adults. Though the body needs all the nutrients in required proportions, nutrients more important at this age are carbohydrate, protein, vitamins, calcium, phosphorus, iodine, and iron. The energy and protein requirements for 3 to 6 years age group are follows. Energy 1690 കലോറി പെർ ഡേ, പ്രോട്ടീൻ 30 ഗ്രാം പെർ ഡേ. ഓക്കെ, അതായത് നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ ഈ ഒരു ന്യൂട്രീഷണൽ നെസസിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ സൈസ് ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക.
അതായത് ചില കുട്ടികൾക്ക് നമുക്കറിയാലോ ഏജിനനുസരിച്ചുള്ള സൈസ് ആയിരിക്കില്ല ഉണ്ടാവുക, ചിലർക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ ഉണ്ടാവാം, ചിലർക്ക് കുറവായിരിക്കാം. അപ്പോ അതിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ബോഡി സൈസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ കുട്ടികളുടെയും ന്യൂട്രീഷണൽ നെസസിറ്റി വരുന്നത്. അപ്പോ നമ്മൾ എന്ത് ഭക്ഷണം ആയിക്കോട്ടെ അതൊരു പ്രപ്പോർഷനിൽ നമ്മൾ കൊടുക്കണം, ഒരു അനുപാതത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ അല്ലെ, ബാലൻസ്ഡ് ഡയറ്റ് ആ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നാ പറഞ്ഞിരുന്നത്? എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം ഒരു പ്ലേറ്റിനെ? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? 7 ആയിട്ട് 7 ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർബോഹൈഡ്രേറ്റ് വേണം, അതുപോലെ തന്നെ പ്രോട്ടീൻ വേണം, വിറ്റമിൻസ് വേണം, അങ്ങനെ എല്ലാത്തരം കാര്യങ്ങളും എന്ത് വേണം, ഫാറ്റ് വേണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അയഡിൻ ഉണ്ട്, അയൺ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ 3 to 6 years ഉള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള എനർജി വേണം. ഒരു എനർജി എന്ന് പറയുന്നത് അവരുടെ 1690 കലോറിയാണ് ഒരു ഡേ വരുന്നത്. പിന്നെ പ്രോട്ടീൻ വരുന്നത് 30 gram per day ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതാം. കാർബോഹൈഡ്രേറ്റ് അറിയാലോ, കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതലുള്ള ഫുഡ് ഐറ്റംസ് ഏതാ? കാർബോഹൈഡ്രേറ്റ് ചോറ്, റൈസ്. കാർബോഹൈഡ്രേറ്റിന്റെ പ്രത്യേകത എന്താ? വിശപ്പ് എനർജി ഗിവിംഗ്. എനർജി പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ഫോർ ദ ബോഡി ആണെന്ത്? കാർബോഹൈഡ്രേറ്റ് കേട്ടോ. ഓക്കെ, അതൊന്ന് എഴുതി എടുത്തോളൂ കേട്ടോ നിങ്ങള്. കാർബോഹൈഡ്രേറ്റ് ഇത് എഴുതിയിട്ടുണ്ടോ? മുമ്പ് എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. Carbohydrates are primary source of energy for the body. Carbohydrates are primary source of energy for the body. മാം ഒന്നും കൂടി പറയോ? Carbohydrates are primary source of energy for the body. Energy for the body. And it support daily activities. And it support daily activities. And it support daily activities. So, we carbohydrates are primary source of energy for the body, and it support daily activities. And it support daily activities. Okay, അത്രയുമാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവരും എഴുതിയോ? എഴുതി മാം. The next one protein ആണ്. Protein is an essential nutrient. Protein is an essential nutrient for building and repairing tissues in our bodies. പ്രോട്ടീൻസിന്റെ നേരത്തെ എഴുതിയിട്ടുണ്ടല്ലേ? ഓക്കെ, എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ മാം എന്നാലും ഒന്നും കൂടി പറഞ്ഞോ? പറയണം. ഓക്കെ, protein is an essential nutrient for building. Protein is an essential nutrient for building and repairing
and repairing tissues in our bodies. Tissues in our bodies. Okay. നെക്സ്റ്റ് ഏതാണ്? വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ? വൈറ്റമിൻ എ, റെറ്റിനോൾ, B1, തയാമിൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ട്. അത് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തത് കാൽസ്യം ആണ്. കാൽസ്യം എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ ഡി എന്താണ് എന്നൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. കാൽസ്യം ഈസ് എ ക്രൂഷ്യൽ മിനറൽ. Calcium is a crucial mineral. Miss, അതിന്റെ spelling. CRU CIAL. Okay, mineral for building and maintaining. For building. പറയോ? അത് clear ആയില്ല. ഓക്കെ ഒന്നുകൂടി പറയാം. കാൽസ്യം ഇസ് എ ക്രൂഷ്യൽ മിനറൽ. Crucial mineral for building and maintaining strong bones and teeth. Strong bones and teeth. Okay. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. എല്ലിനും പല്ലിനും ഏറ്റവും കൂടുതൽ എന്താ പറയാ നല്ലതായിട്ടുള്ള ഒരു ഇതാണ് എന്താ? സ്ട്രോങ് ബോൺസ് ആൻഡ് ടീത്ത്. ബോൺസ് ആൻഡ് ടീത്ത്. Then അടുത്തത് ഫോസ്ഫറസ് ആണ് കേട്ടോ. ഫോസ്ഫറസ് ഈസ് ആൻ essential mineral that plays a vital role in many body functions. പറയാം. Phosphorus is an essential mineral. That plays 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 a vital role in many body functions. Including എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. Including bone health. നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തെ കൂടുതലായിട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഇതാണ് എന്ത്? ഫോസ്ഫറസ് എന്ന് പറയുന്നത് കേട്ടോ. ബോൺ ഹെൽത്തിന് യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് വൺ എനർജി പ്രൊഡക്ഷൻ.
Then DNA and RNA production. നമ്മുടെ ശരീരത്തിലെ DNA RNA ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ പ്രൊഡക്ഷൻ സഹായിക്കുന്നതൊക്കെ ഫോസ്ഫറസ് ആണ്. ഓക്കെ, DNA and RNA production. The next one iodine ആണ് കേട്ടോ, iodine. ബോൺ ഹെൽത്ത്, ബോൺ ഹെൽത്ത് ഉണ്ട്, എനർജി പ്രൊഡക്ഷൻ ഉണ്ട്, then DNA and RNA production. Then iodine കേട്ടോ, iodine. Iodine is an essential mineral. Iodine is an essential mineral. Crucial for, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സ്പെല്ലിംഗ്, crucial for, CRUCIAL, crucial for thyroid function and growth. Thyroid function and growth. It helps produce, it helps produce thyroid hormones. Thyroid hormones. Okay, എഴുതിയോ? iodine എഴുതിയോ? The next one iron ആണ് കേട്ടോ, iron. Iron is a vital mineral. Iron is a vital mineral that helps carry oxygen in the blood. Carry oxygen in the blood. Okay. എല്ലാവരും എഴുതിയോ? എഴുതി. ഓക്കെ, അപ്പോ സമ്മപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. 5 മിനിറ്റ് ഞാൻ സമയം തരാം, അതിനുള്ളിൽ എഴുതുക എന്താണ് സമ്മപ്പ് ചെയ്യാനുള്ളത്. എല്ലാവരും തന്നെ എഴുതുക, എന്നിട്ട് ഒരാൾ പ്രസന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, 5 മിനിറ്റ് തരട്ടെ? 11:20 ആവുമ്പോ എല്ലാവരും വൈൻഡപ്പ് ചെയ്യുക, എന്നിട്ട് അതൊന്ന് പ്രസന്റ് ചെയ്യുക.
ഇല്ല, കുഴപ്പമൊന്നുമില്ല. പേര് എഴുതി വെച്ചാൽ മതി ആരാണ് എടുത്തെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ സമയം കഴിഞ്ഞു കേട്ടോ. ആരാണ് സമർപ്പിക്കുക? ഞാൻ പറയാം മാം. റസിയ ഹിലാൽ അല്ലേ? ഓക്കെ. Today's class is about food and nutritional needs. 0-3 years as well as 3-6 years old child have their own nutritional needs. A well-nourished child has normal weight for height and age, and they are happy and curious and sleeps well at night and has good hunger and normal bowel movements. Nutrients make up each and every cell of the body. Deficiency of nutrients can not only create mild disorders, but can even physically disable or kill a person. Next topic is about dietary requirements. The body needs all the nutrients in required proportions. Nutrients more important at this stage are carbohydrate, protein, vitamin, calcium,
phosphorus, iodine, and iron. The energy and protein requirements for 3-6 years age group are as follows. Energy 1690 calorie per day and protein 30 gram per day. Dietary supplement. Next is about dietary supplement. Carbohydrates. Carbohydrates are primary source of energy for the body and it support daily activities. Next is protein. Protein is an essential nutrient for building and repairing tissues in our body. Next is calcium. Calcium is a crucial mineral for building and maintaining strong bones and teeth. Next is phosphorus. Phosphorus is an essential mineral that plays a vital role in many body functions, including bone health, energy production, DNA and RNA production. Next is iodine. Iodine is an essential mineral crucial for thyroid function and growth. It helps produce thyroid hormones. Next is iron. Iron is a vital mineral that helps carry oxygen in the blood. Today's topic is over. വെരി ഗുഡ്. നന്നായി ചെയ്തു കേട്ടോ. ഇനി വേറെ ആരെങ്കിലും പറയാൻ റെഡിയാണോ? പറയട്ടെ മാം. ആ ഓക്കെ. പേരെന്തായിരുന്നു മോളുടെ? പേരെന്തായിരുന്നു? അനഹ. സ്നേഹ. 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 Okay. Children have unique needs for growth and development, and when a child has a normal weight, his height, and he has a good also daily activities. He have a good tiny higher in etc. And nutrition needs becomes important of the body. When we discuss dietary requirements, it refers to the ഗ്യാപ്പ് വരുന്നത് പോലെ, മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന പോലെ. അത് നെറ്റ് ഇത് റേഞ്ചിന്റെ കംപ്ലൈന്റ് തോന്നുന്നതാണ്, തീരെ ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ പറഞ്ഞത് ഓക്കെയാണ്. സം ഓഫ് ചെയ്യുമ്പോ വായിക്കുമ്പോൾ എന്തോ പ്രശ്നമുള്ള പോലെ. വായിച്ചോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ, നോക്കാം. Okay. Then we discussed about the dietary requirements. It refers to the specific needs and restriction on individuals that related to consumption. The body needs all the nutrients in required proportion. For that, we should want to include sufficient cereals, pulses, and variety of vegetables, and also need fruits. A child should not to consume milk. If it is not possible, alternate milk products are allowed. Clear ആവുന്നുണ്ടോ മാം? ക്ലിയർ ആവുന്നുണ്ട്, കുഴപ്പമില്ല, പറഞ്ഞോ. Then we discussed about the basic functions of carbohydrates, protein, calcium, phosphorus, and iron. Thank you. വെരി ഗുഡ്. ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്, അതാണ് കട്ടായി പോകുന്നത്. അതാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, രണ്ടുപേരും സമപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ എല്ലാ ക്ലാസ്സിലും ചെയ്യാട്ടോ. ബാക്കിയുള്ളവരെ ഞാൻ വിളിക്കും. ഓക്കെ, അപ്പോ ഇനി നമ്മൾക്ക് ഒരാളെ കൊണ്ട് ആക്ഷൻ സോങ് ചെയ്യിപ്പിക്കാം. ആരാണ് ആക്ഷൻ സോങ് ചെയ്യാം? ആക്ഷൻ സോങ് ആരാ ചെയ്യാം? നിങ്ങൾ ക്ലാസ്സിൽ ആക്ഷൻ സോങ് ഒന്നും ചെയ്യാറില്ലേ? മാം ഞാൻ ചെയ്യാം. ശ്രുതി അല്ലേ? ശ്രുതി ചെയ്തോളൂ. Clap your hands, clap your hands. Listen to the music and clap your hands. Clap your hands, clap your hands. Listen to the music and clap your hands. Stamp your feet, stamp your feet. Listen to the music and stamp your feet. Stamp your feet, stamp your feet. Listen to the music and stamp your feet. Jump up high, jump up high. Listen to the music and jump up high. Jump up high, jump up high. Listen to the music and jump up high.
താങ്ക് യു മാം. നല്ലതായിരുന്നു കേട്ടോ. ഓക്കെ അപ്പോ നെക്സ്റ്റ് ക്ലാസ് ചില ആക്ഷൻസ് ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇനിയും കുറച്ചും കൂടി ഉണ്ട്, പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടായിരുന്നു. നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങി എല്ലാവരെ കൊണ്ട് ആക്ഷൻ സോങ് ചെയ്യിപ്പിക്കാം കേട്ടോ. അപ്പൊ കാണിച്ചാൽ മതി കാണിക്കാൻ പറ്റാത്തത് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ വെരി ഗുഡ്. സൈൻ ഔട്ട് ചെയ്യാം നമുക്ക് കേട്ടോ. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നേ? Good morning, everyone. Today I am studying about planning out today's online class. And it's my privilege to thanking our beautiful academies for handling today's online class about the topic food and nutritional needs, dietary requirements, and carbohydrate, protein, calcium, phosphorus, iodine. I would like to thank you, my teammates, for active participation. Once again, thank you all. This is Sadhana signing out. ഓക്കെ, നന്നായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് പാരഗ്രാഫ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am.